ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിന്നാണ് ചെൽസിന്റെ. കാരണം ഒരിക്കലും PSG പരാജയപ്പെടുത്താൻ ചെൽസിക്ക് പറ്റുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം PSG ബാക്ക് ടു ഫൈനൽ എന്ന് പറയുന്നതും ചെൽസിയുടെ ബാക്ക് ടു ഫൈനൽ എന്ന് പറയുന്നതും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. PSG അത്രമാത്രം ബായൺ മ്യൂണിക്കിനെയും അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിനെയൊക്കെ പരാജയപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ തോൽപ്പിച്ചിട്ടാണ് എന്താ പറയുക ഫൈനലിൽ എത്തിയത് അല്ലേ. പക്ഷേ ചെൽസിന്റെ ഭാഗത്ത് അങ്ങനെയല്ല. ആ ഒരു സമയത്ത് ഫൈനലെത്തിയ PSG ആണ് ചെൽസി പുഷ്പം പോലെ 3-0 നില തല കുത്തനിട്ട്. ഫസ്റ്റ് ഹാഫിലെ ചെൽസിന്റെ പെർഫോമൻസ് പറഞ്ഞ പീക്ക് ലെവലായിരുന്നു അല്ലേ. പാൾമറിന്റെ പെർഫോമൻസ് വെച്ച് എന്താ പറയാ, ഗോൾ അടിച്ചു എന്ന് മാത്രമല്ല പറയേണ്ടത്, വളരെ അക്യൂറേറ്റ് ആയിട്ട് പോസ്റ്റിലേക്ക് വളരെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തു പാൾമർ. അതാണ് അദ്ദേഹത്തിന്റെ ബ്രില്യൻസ്. പാസ് ആണെങ്കിൽ ജോബിറ്റർ കൊടുത്ത അസിസ്റ്റ് ആണെങ്കിൽ അത് വേറെ ലെവൽ അസിസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം അടിച്ച 2 ഗോളാണെങ്കിലും കിട്ടിയൻ ഭയങ്കര അക്യൂറേറ്റ് ആയിട്ട് പോസ്റ്റിന്റെ ആ ഒരു കോർണറിലേക്ക് പ്ലേസ് ചെയ്തെന്ന് പറയാം. 2 ഗോൾ കാണാനും ഒരേപോലെയുള്ള ഒരു ഗോളുകളായിരുന്നു. അതുപോലെ തന്നെ ചെൽസിയുടെ ഗോൾ കീപ്പറിനെ പറ്റി പറയുകയാണെങ്കിൽ കിട്ടില്ല ഒരു ഫൈനൽ പെർഫോമൻസിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കീപ്പിംഗ് ചെയ്യണമെന്നത് സാഞ്ചസ് ഒരിക്കലും ഗ്രൗണ്ടിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ചെൽസിയുടെ അറ്റാക്കേഴ്സും PSG ഡിഫൻസും ചെൽസിയുടെ അറ്റാക്കേഴ്സിന്റെ റണ്ണ് പിടിക്കാൻ PSG ഡിഫൻസിന് പറ്റുന്നില്ല. അതാണ് ഇന്നലെ നടന്നത്. ശരിക്കും ചെൽസിന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരു കിടിലൻ റണ്ണാണ് മുന്നോട്ട് അല്ലേ. അത് പിടിച്ചു വെക്കാൻ അതിനെ ബ്ലോക്ക് ചെയ്യാൻ PSG ഡിഫൻസിന് പറ്റിയിട്ടില്ല. അതാണ് ഇന്നലെ നടന്നത്. 3-0 ചെൽസി ജയിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ലൂയിസ് എൻറിക്കസ് എന്ന കോച്ചിന് മുമ്പിൽ വന്നിട്ട് ആ ഒരു കോച്ചിനെ അത്രമാത്രം പുഷ്പം പോലെ പരാജയപ്പെടുത്തുകയാണ് ചെൽസി ഇന്നലെ ചെയ്തത്. ഇന്നത്തെ കളി കണ്ടിട്ട് ശരിക്കും ചെൽസി വേറൊരു ലെവലിലേക്ക് എത്തിയ പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. ചെൽസിക്ക് ഇത്രമാത്രം നല്ല പെർഫോമൻസ് PSG-ക്കെതിരെ കാണിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ല. എനിവേ വീഡിയോ അവസാനിപ്പിക്കുന്നു. കളിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈ, ഇറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻഡ്.